അങ്ങനെ ഇതാ പോവാനുള്ള ഒരുക്കത്തിലാണ് ഉള്ളത്. എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ തറവാട്ടിൽ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് എന്തായാലും പറഞ്ഞു തരാം, ആമാൻ്റെ മോൻ കല്യാണം കഴിച്ചതിൻ്റെ കെട്ടിയോള് പ്രസവിച്ചിട്ട് പിന്നെ 40 ദിവസം എത്തിയാൽ ഒരു ചടങ്ങുണ്ടാവില്ലേ. 40 ദിവസം എന്നല്ല, ഏകദേശം 60 ദിവസമായി. അപ്പോൾ ഇന്നാണ് അവർ ആ ഒരു പരിപാടിയെല്ലാം കഴിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അന്യം വിളിച്ചിട്ടേനും ഞാൻ വരുന്നില്ല എന്നിങ്ങനെ നൂറോട്ടം പറഞ്ഞിരുന്നു ഉമ്മാനോടെല്ലാം. പിന്നെ ഉമ്മ പറഞ്ഞ് വാണേ എന്നിട്ട് അങ്ങനെ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഫർദ ഇടണോ ചുരിദാർ ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാം ഉള്ളത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എൻ്റെ മോൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. അപ്പം നമ്മൾ പറഞ്ഞ് നമുക്ക് ഫർദിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെയുണ്ട് ലാസ്റ്റ് ഉമ്മ വിളിച്ചറിയുന്ന ചുരിദാർ ഇട്ട് എല്ലാവരും ഇവിടുന്ന് ചുരിദാർ എടുത്ത് നിന്നിട്ട് അങ്ങനെ തീരുമാനം ചുരിദാറിലേക്ക് മാറി. പിന്നെയെന്ന് വെച്ചാൽ അപ്പം ഞാൻ എനിക്കങ്ങ് ഭയങ്കര മടിയാണ്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം പോകുമ്പോൾ എന്ത് ഇടും എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാം ഉള്ളത്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. രാവിലെ തന്നെ കുളിച്ച് മാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലമാരയിൽ നിന്ന് പിന്നെ ഫർദയെല്ലാം എടുത്തിട്ട് ബെഡിലേക്ക് ഇട്ട്, അതായത് ഏതാ ഫർദ ഇടൂ എന്നുള്ള ഒരു ഡൗട്ട് വന്നല്ല. പിന്നെ എല്ലാം ഉമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നു. പിന്നെ അതൊക്കെ മടക്കി വെച്ചിട്ടൊന്നുമില്ല, പെട്ടെന്ന് കവറിലാക്കിയിട്ട് വേഗം അലമാരയിലേക്ക് കൊണ്ടി മടക്കി വെക്കാൻ നിന്നാൽ പിന്നെ പോക്ക് നടക്കൂല. പിന്നെ ചുരിദാറിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് വന്നു, അല്ലാഹ് ഏത് ചുരിദാർ ഇടുമെന്നില്ല. അപ്പം ഞാൻ അതാ അവിടെ എത്തിയിട്ടുള്ള ഭാഗങ്ങളൊന്നും അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അതൊക്കെ മോശമല്ലേ. അങ്ങനെ ഇതാ ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ചിക്കൻ കറി റെഡിയാക്കിനേനും. അപ്പോൾ ഇതിലേക്ക് പട്ട, കറാമ്പ്, ചെറുജീരകം, ആവശ്യത്തിന് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3-4 പച്ചമുളക് നീളത്തിലുള്ള കട്ടാക്കിയതും കൂടി ചേർത്തിട്ട് ഇത് മൊത്തത്തിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാൻ ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് കട്ടാക്കിയിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ ചേർത്ത് കൊടുത്താലൊന്നും ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇത് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ലോണം ഒന്ന് കൊമ്മിന് വന്ന ശേഷം വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ചിക്കൻ്റെ പീസ്, അതേപോലെ തന്നെ കറിവേപ്പില, അങ്ങനെ ഇതാ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ മല്ലിപ്പൊടി, അതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്തായാലും ഒരു 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു മസാലപ്പൊടികളും ഉപ്പൊക്കെ ചിക്കൻ്റെ പീസിൽ നല്ലോണം ഒന്ന് പിടിക്കണം. പിന്നെ ഇത് ആവശ്യാനുസരണം പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് 10 മിനിറ്റ് വരെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് എടുക്കും. ഇത് നമുക്കന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ അടച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ലേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. ഫുള്ളായിട്ട് കുക്കാക്കി എടുക്കുന്നില്ല, നല്ലോണം ഒന്ന് അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങി വരട്ടെ കേട്ടോ. അതിന് ശേഷം ഇതാ ഞാനിത് വീണ്ടും ഓപ്പൺ ആക്കിയെന്നുണ്ട്. എന്നിട്ട് ബാക്കി നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് അങ്ങ് കുക്കാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ റെഡിയാക്കുമ്പോഴാണ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക. കുറച്ച് ഒരു മെനക്കേട് ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. കുക്കറിൽ റെഡിയാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ കിട്ടൂല. പിന്നെ ഞാൻ ഇടയ്ക്ക് കുക്കറിൽ ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെയൊക്കെ ഇറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കൈയോടെ തന്നെ ക്ലീനാക്കി എടുക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഇതാ ആവശ്യത്തിന് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില ഇല്ല, ഉള്ളതൊക്കെ വാടിപ്പോയി കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നത് അത്ര വലിയ ശരിയല്ലല്ലോ. അപ്പം പിന്നെ ഇത് ഞാനങ്ങനെ കൂടുതൽ വറ്റിച്ചെടുത്തിട്ടില്ല. എനിക്കിത് പൊറോട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് എന്തായാലും നീര് വേണം, അല്ലെങ്കിൽ മക്കൾ പറയും ഉമ്മ നീരില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വറ്റിച്ചെടുക്കാണ്ട് നിന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൊറോട്ടൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ. കറി പിന്നെ ഞാൻ വേഗം റെഡിയാക്കി എടുത്ത് ഉച്ചക്ക് തന്നെ റെഡിയാക്കി വെച്ചാൽ പ്രശ്നമില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോ പണി ഇങ്ങനെ എടുത്ത് പോകണ്ടേ.
ഒന്നാമതെന്ന് വെച്ചാൽ വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് നല്ല ടൈം പിടിക്കും, സമയം പോകുന്നത് മനസ്സിലാവില്ല. അപ്പോൾ ഓരോ പണി ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ ചെയ്യാറ്. എന്നാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം, നല്ല നമുക്കൊരു എന്താ പറയുക ഒരു എനർജി ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തോ ഒരു ഉണർവ് കുറവുണ്ടാകുക, എന്തെങ്കിലും ഒരു ഭാഗം അവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഞാൻ പിന്നെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ചിലപ്പം കിടന്നുറങ്ങും. ഇപ്പം കൂടുതലായിട്ട് പിന്നെ കിടന്നുറങ്ങാനൊന്നും നിൽക്കാറില്ല. ഇങ്ങനെ പുതിയ വീഡിയോ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും. അല്ലാതെ ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ ഫ്രീ കോളെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലൊന്നുമില്ല. അത് എനിക്ക് മുമ്പും ഇല്ല, യൂട്യൂബ് ചാനലിൽ വരുന്ന മുമ്പും അങ്ങനെ ഇല്ല, കുറവ് തന്നെയാണ്. ഇപ്പം പിന്നെ തീരെ ഇല്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ പല മെസ്സേജ് ആക്കാമെന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. കഴിയുന്നതും ഓരോ പണികളും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.